ഓക്കെ, നമ്മളപ്പോൾ ചാപ്റ്റർ ഫുള്ള് നമ്മൾ സെറ്റാക്കി. ഇനി നമ്മൾ നോക്കാൻ പോണത് ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് ചാപ്റ്ററിനകത്തുള്ള ലെറ്റസ് ആസസ്. സോ ലെറ്റസ് ആസസിൻ്റെ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയിൽ കൂടുതലായിട്ടും ചോദിക്കുക. അപ്പോൾ ലെറ്റസ് ആസസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പക്കായി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാറ്റേൺ പിടിയിട്ടും അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ മോഡൽ പിടിയിട്ടും നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്തായാലും എല്ലാ വീഡിയോസിലും ഇനി വരാൻ പോണ എല്ലാ ചാപ്റ്ററിലെ വീഡിയോസിലും ലെറ്റസ് ആസ് മാക്സിമം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ലെറ്റസ് ആസിനെ കാണാം. ലെറ്റസ് ആസിലെ ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മാക്സിമം തനിയെ ലെറ്റസ് ആസിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുക, സോൾവ് ചെയ്യുക. സോ ലെറ്റസ് ആസിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം തനിയെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സൊല്യൂഷൻ കാണാം. അതേപോലെ ഞാൻ സൊല്യൂഷനിൽ പറയാൻ പോണ നിങ്ങൾ ഇത് വെറുതെ നോക്കിയിരിക്കരുത്, എപ്പോഴും എഴുതുക അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് നമ്മൾ ലെറ്റസ് ആസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ചെയിൻ ഹാവിങ് 6 കാർബൺ ആറ്റം ഗിവൺ ബിലോ. 6 കാർബൺ ആറ്റമുള്ള ചെയിൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ബ്രാഞ്ചും മെയിൻ ചെയിനും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 6 കാർബൺ. നോക്കേ, 1 2 3 4 5 6 കണ്ടോ, എല്ലാവരും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കാർബൺ എണ്ണം തരുന്നത്. അപ്പോൾ നിങ്ങൾ 6 കാർബണുള്ള ചെയിൻ മാത്രം ആലോചിക്കരുത്, എല്ലാ കാർബണോടെ കൂട്ടിയിട്ടാണ് 6 കാർബൺ. ക്വസ്റ്റ്യനിൽ എപ്പോഴും അങ്ങനെയാണ് തരിക. അപ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചേക്കാം. ഓക്കെ, 6 കാർബൺ ഉള്ളൊരു ചെയിൻ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റം ടു ഈച്ച് കാർബൺ ആറ്റം. ഓരോ കാർബൺ ആറ്റത്തിൽ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ബോണ്ടാണ് പോയിട്ടുള്ളത്, മൊത്തം 4 ബോണ്ട് ഉണ്ട്. അതിലൊരു ബോണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി 3 ബോണ്ട്, CH3. ഇവിടെ ഈ കാർബണ് 2 ബോണ്ട് പോയി. 2 ബോണ്ട് പോയി കഴിഞ്ഞാൽ 4 ബോണ്ടിൽ 2 ബോണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി 2 ബോണ്ട്, CH2. ഇവിടെ 2 ബോണ്ട് അല്ലെ, ഇവിടെ 1 2 3 ബോണ്ട് പോയി. 3 ബോണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി 1 ബോണ്ട്, അതിൽ H. 1 ബോണ്ട് പോയി. 1 ബോണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 3 ബോണ്ട്. ഇവിടെ ഈ കാർബണ് 2 ബോണ്ട് പോയി, ബാക്കി CH2. 1 ബോണ്ട് പോയി, ബാക്കി CH3. ഇങ്ങനെയാണ് ഹൈഡ്രജനെ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്തു. അതായത് മോളിക്കുലാർ ഫോർമുല ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതുക. മോളിക്കുലാർ ഫോർമുല എഴുതാൻ വേണ്ടി ആദ്യം കാർബൺ എണ്ണ 1 2 3 4 5 6. അപ്പോൾ C6. ഇനി ഹൈഡ്രജൻ എണ്ണ, ഹൈഡ്രജൻ എണ്ണ എങ്ങനെ, 3 3 2 5 5 1 6 6 3 9 9 9 3 12 12 2 14. C6H14. 6 കാർബണും 14 ഹൈഡ്രജനും. How many carbon atoms are there in the main chain of this compound? ഈ കോമ്പൗണ്ടിൻ്റെ മെയിൻ ചെയിനിൽ, പ്രധാനപ്പെട്ട ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? എങ്ങനെ നമ്മൾ മെയിൻ ചെയിൻ കണ്ടുപിടിക്കുന്നത്? ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയിനാണ് മെയിൻ ചെയിൻ. അപ്പോൾ എണ്ണി നോക്കുക നമ്മൾ. 1 2 3 4 ഉണ്ടോ? 4 കാർബൺ. ഇനി അടുത്ത വഴി പോയി നോക്കുക. 1 2 3 4 5 5 കാർബൺ. വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കേ. 1 2 3 4 ഇല്ല. 1 2 3 4 5. അപ്പോൾ എങ്ങനെ എണ്ണി നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും വലിയ ചെയിൻ വരുന്നത് എത്ര കാർബണാണ്? 5 കാർബണാണ്. സോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. 5 കാർബൺ വരുന്ന ഏത് ചെയിനും വലിയ ചെയിനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര കാർബൺ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ 5 കാർബൺസ്. റൈറ്റ്, ഇറ്റ്സ് IUPAC നെയിം. അപ്പോൾ മെയിൻ ചെയിൻ ഇതാണ് അതിൻ്റെ ബ്രാഞ്ച്. ബ്രാഞ്ചിൻ്റെ പേരെന്താ? ഒരു കാർബൺ അല്ലേ ബ്രാഞ്ചിനകത്തുള്ളൂ. ഒരു കാർബൺ ബ്രാഞ്ചിനകത്തുള്ളെങ്കിൽ അതിനെന്താ വിളിക്കുക? മീഥൈൽ ബ്രാഞ്ച് എന്നാണ് വിളിക്കുക അല്ലേ. അതിന് എത്രാമത്തെ പൊസിഷനിലാണ് കാർബൺ എന്ന് നോക്കണം അല്ലേ. ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2 മൂന്നാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച്. തിരിച്ചെണ്ണുമ്പോഴോ 1 2 മൂന്നാമത്തെ പൊസിഷനിൽ തന്നെയാണ് ബ്രാഞ്ച്. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? 3 മീഥൈൽ. ഇനി മെയിൻ ചെയിൻ്റെ പേര് മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ്. 3 മീഥൈൽ പെൻഡൈൻ. 3 മീഥൈൽ പെൻഡൈൻ എന്നാണ് പേര്. ഓക്കെ, വളരെ സിമ്പിളായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ഡൗൺ ദ IUPAC നെയിം ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്. താഴെ തന്നിരിക്കുന്ന എല്ലാ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എഴുതുക. വളരെ സിമ്പിൾ. നമുക്ക് നോക്കാം. ഈ കോമ്പൗണ്ട് ആദ്യം എ കോമ്പൗണ്ട് എടുക്കുക. എ കോമ്പൗണ്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാഞ്ച് മാത്രമുള്ളൊരു കോമ്പൗണ്ടാണ് അല്ലേ. അതായത് മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. മെയിൻ ചെയിൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക. എനിക്കിവിടെ ഡയറക്റ്റ് കാണുമ്പോഴേ മനസ്സിലായി ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ബ്രാഞ്ച്, ഈ ലോങ്ങസ്റ്റ് ചെയിന് പുറത്ത് വരുന്ന ആളാണ് ബ്രാഞ്ച്. എന്ത് ബ്രാഞ്ച് ആയത്? ഇത് മീഥൈൽ ബ്രാഞ്ച്. മീഥൈൽ ബ്രാഞ്ച് എങ്ങനെ മനസ്സിലായി? ഒരു കാർബൺ മാത്രമേ ഉള്ളെങ്കിൽ മീഥൈൽ, 2 കാർബൺ ഉണ്ടെങ്കിൽ ഈഥൈൽ, 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പൈൽ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കണം. പൊസിഷൻ നമ്പർ എങ്ങനെ പിടിക്കും? 1 2 3
നാലാമത്തെ കാർബൺ അല്ലേ, 1 2 3 മൂന്നാമത്തെ കാർബൺ. അപ്പോൾ ഇവിടെ നിന്ന് എണ്ണിയപ്പോഴത്തേക്ക് നാലാമത്തെ കാർബൺ, അവിടെ നിന്ന് എണ്ണിയപ്പോഴത്തേക്ക് മൂന്നാമത്തെ കാർബൺ. സോ ഏതാണ് ചെറിയ നമ്പർ? 3 ചെറിയ നമ്പർ. അപ്പോൾ അതിൻ്റെ പേരെന്ത് വരും? 3 മീഥൈൽ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് ഹെക്സെയിൻ. 3 മീഥൈൽ ഹെക്സെയിൻ. അടുത്ത ഈ കോമ്പൗണ്ട് പ്രത്യേകത എന്താ? ഈ കോമ്പൗണ്ടിനകത്ത് എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് എങ്ങനെ കൊടുക്കും? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് എന്ന് എഴുതി. അതാണ് വേർഡ് റൂട്ട്. ഇനി ഡബിൾ ബോണ്ട് എത്രാമത്തെ കാർബണിലായിരിക്കുന്നത്? ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2 3 4 നാലാമത്തെ കാർബണിലായിരിക്കുന്നത്. തിരിച്ചെണ്ണുമ്പോഴോ 1 2 രണ്ടാമത്തെ കാർബണിലായിരിക്കുന്നത്. അപ്പോൾ എത്രാമത്തെ കാർബണാണ്? ഏതാ ചെറിയ നമ്പർ? രണ്ടാമത്തെ ചെറിയ നമ്പർ. ഹെക്സ് 2. ഇനി ഡബിൾ ബോണ്ട് എന്താ പറയുക? ഈൻ. ഹെക്സ് 2 ഈൻ. ഹെക്സ് 2 ഈൻ. ഓക്കെ. അടുത്ത ഇത് ട്രിപ്പിൾ ബോണ്ടാണ്. സെയിം രീതിയിൽ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് അല്ലേ. അപ്പോൾ ഹെക്സ് എത്രാമത്തെ കാർബണിലായിരിക്കുന്നത്? 1 2 3 4 നാലാമത്തെ കാർബൺ. തിരിച്ചെണ്ണുമ്പോഴോ 1 2 രണ്ടാമത്തെ കാർബൺ അല്ലേ. അപ്പോൾ ഏതാ ചെറിയ നമ്പർ? രണ്ടാണ് ചെറിയ നമ്പർ. ഹെക്സ് 2 ഏത് ബോണ്ടാ? ട്രിപ്പിൾ ബോണ്ട് അല്ലേ. ഹെക്സ് 2 ഐൻ. ഇനി ഇവിടെ നമുക്കൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് കാണാൻ പറ്റും. ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ്? ഏത്? കാർബോക്സിൽ ഗ്രൂപ്പാണ്. കാർബോക്സിൽ ഗ്രൂപ്പ് വന്ന് എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? ഓയിക് ആസിഡ് ചേർത്ത് കൊടുക്കുക അല്ലേ. അപ്പം എൻ്റെ പേര് എങ്ങനെ എഴുതും? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ്. അപ്പോൾ എൻ്റെ പേരെന്താ? പെൻഡനോയിക് ആസിഡ്. പെൻഡനോയിക് ആസിഡ്. അടുത്ത ഇതാരാ? CHO എന്ന് പറഞ്ഞാൽ ആരാ? CHO എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആണല്ലേ. CHO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് ഒന്ന് എന്താ ചേർത്ത് കൊടുക്കണ്ടേ? ആൾ. അവസാനം ആളെന്ന് ചേർത്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ എൻ്റെ പേരെന്താ? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. അപ്പോൾ എൻ്റെ പേരെന്ത് വരും? ബ്യൂട്ടാനാൾ. ബ്യൂട്ടാനാൾ. അടുത്ത ആള് മെത്ത് എത്ത് പ്രൊപ്പ്. ഓക്കെ. ഇതാരാ വരുന്നത്? CO എന്ന് പറഞ്ഞാൽ ആരാ? കീറ്റോൺ. വരുമ്പോൾ എന്ത് ചേർത്ത് കൊടുക്കണേ? ഓൺ ചേർത്ത് കൊടുക്കണം. മാത്രമല്ല കീറ്റോൺ എന്ന് പറയുമ്പോൾ ഇടയ്ക്കാണ് വരിക. അതുകൊണ്ട് തന്നെ എൻ്റെ പൊസിഷൻ നമ്പറോടെ ചേർത്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ 1 2 3 4 നാലാമത്തെ കാർബണിലാണ് വരുന്നത്. തിരിച്ചെണ്ണുമ്പോഴോ 1 2 രണ്ടാമത്തെ കാർബണാണ് വരുന്നത്. ഏതാണ് ചെറിയ നമ്പർ? രണ്ടാണ് ചെറിയ നമ്പർ. അപ്പോൾ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ്. പെൻഡാൻ 2 ഓൺ. പെൻഡാൻ 2 ഓൺ. ഓക്കെ. അടുത്ത ക്ലോറിൻ വരുന്നു അല്ലേ. എന്ത് വരുന്നു? ക്ലോറിൻ വരുന്നു. അപ്പോൾ ക്ലോറിൻ വരുമ്പോഴത്തേക്കും ഏതാ? ഹാലോ ഗ്രൂപ്പാണ് അല്ലേ. ബ്രാഞ്ചിന് പേരിടുന്നത് എങ്ങനെയാണ് അതേമാതിരി തന്നെയാണ് ഇതിനും പേജിടുന്നത്. അപ്പോൾ ആദ്യം മെയിൻ ചെയിൻ മാർക്ക് ചെയ്യുക. ഇതാണ് മെയിൻ ചെയിൻ. ഓക്കെ. ഇനി ക്ലോറിൻ ഏതൊക്കെ പൊസിഷനിലാണ് വരുന്നതെന്ന് നോക്കുക. സോ 1 2 ഇങ്ങോട്ട് എണ്ണിയപ്പോൾ മൂന്നാമത്തെ കാർബണിലതാ നമ്മൾ ഇങ്ങോട്ടാണ് എണ്ണിയത്. ഇങ്ങോട്ട് എണ്ണിയപ്പോഴത്തേക്കും മൂന്നാമത്തെ കാർബണിൽ ക്ലോറിൻ ഉണ്ട്. അതേ മൂന്നാമത്തെ കാർബണിൽ വേറൊരു ക്ലോറിൻ ഉണ്ട്. തിരിച്ചെണ്ണുമ്പോഴോ 1 രണ്ടാമത്തെ കാർബണിലാണ് ക്ലോറിൻ ഇരിക്കുന്നത് അല്ലേ. സോ രണ്ടാമത്തെ കാർബണിൽ ക്ലോറിൻ ഉണ്ട്. ഒന്നാമത്തെ ക്ലോറിൻ രണ്ടാമത്തെ കാർബണിൽ അതേ ക്ലോറിൻ ഇരിപ്പുണ്ട്. സോ ഏതാ ചെറിയ നമ്പർ? 3 3 ആണോ 2 2 ആണോ ചെറിയ നമ്പർ? 2 2 ആണ് ചെറിയ നമ്പർ. അപ്പോൾ എൻ്റെ പേര് എങ്ങനെ എഴുതും? 2,2. ഓക്കെ. ഇനി എത്ര ക്ലോറിൻ ഇവിടെ? 2 ക്ലോറിൻ ഉണ്ട്. 2 ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചേർക്കണം? ഡൈ ചേർക്കണം. സോ 2,2 ഡൈക്ലോറോ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ടൈൻ. 2,2 ഡൈക്ലോറോ ബ്യൂട്ടൈൻ. അടുത്ത CH3 CH2 O CH3 CH2 O വരുമ്പോഴത്തേക്ക് ഏത് ഗ്രൂപ്പാണ്? ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി വരുമ്പോൾ നമ്മൾ ഒരു കോഡ് ഉണ്ടല്ലോ, ചെറുതോക്സി വലുതേൻ. ആൽക്കോക്സി ഓർഡർ അപ്പുറത്തും ഇപ്പുറത്ത് 2 ചെയിൻ ഉണ്ടാവും. അതിൽ ചെറിയ ചെയിൻ്റെ കൂടെ ഓക്സി ചേർക്കുക, വലിയ ചെയിൻ്റെ കൂടെ എയിൻ ചേർക്കുക. ഇതിനകത്ത് നോക്കി ഇവിടെ എണ്ണുമ്പോഴത്തേക്കും ഈ സൈഡ് നോക്കി. ഈ സൈഡിൽ എന്താ ഉള്ളത്? 2 കാർബൺ എന്ന് പറയുമ്പോൾ എത്തല്ലേ. ഈ സൈഡ് നോക്കി. ഈ സൈഡിൽ എത്ര കാർബൺ? 2 കാർബൺ എന്ന് പറയുമ്പോൾ എത്തല്ലേ. അപ്പോൾ എന്ത് വിളിക്കാം? ചെറുതിൻ്റെ കൂടെ ഓക്സി, എത്തിൻ്റെ കൂടെ ഓക്സി എത്തോക്സി, വലുതിൻ്റെ കൂടെ എയിൻ, എത്തിൻ്റെ കൂടെ എയിൻ, എത്തോക്സി ഈതെയിൻ. ഓക്കെ. സോ അടുത്ത ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബ്രാഞ്ചും കാണാൻ പറ്റും, ഡബിൾ ബോണ്ടും കാണാൻ പറ്റും അല്ലേ. ബ്രാഞ്ചും കാണാൻ പറ്റും, ഡബിൾ ബോണ്ടും കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ബ്രാഞ്ചും ഉണ്ട്, ഡബിൾ ബോണ്ടും ഉണ്ട്. ബ്രാഞ്ച് ഡബിൾ ബോണ്ട് വരുമ്പോഴത്തേക്ക് ഏതാ നമുക്ക് ചെയ്യാം? നമ്മുടെ മെയിൻ ചെയിൻ ഏതാ ഇതിനകത്ത്? ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ അല്ലേ. ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾ വേറെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇതായിരിക്കും മെയിൻ ചെയിൻ. ഓക്കെ. ഇനി ഇതിൻ്റെ പേര് എങ്ങനെ കൊടുക്കാം? രണ്ടാമത്തെ കാർബണിലാണ് എന്ത് വന്നേക്കുന്നത്? ബ്രാഞ്ച് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് വിളിക്കും? 2 മീഥൈൽ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ 2 മീഥൈൽ ബ്യൂട്ടിനെ നേരെ അങ്ങ് എഴുതുമായിരുന്നു. ഇവിടെ എന്തും കൂടെ വന്നിട്ടുണ്ട്? ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട് ഇതും കൂടെ ഇതിനകത്ത് ചേർക്കണം. ബ്യൂട്ട് എത്രാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് വന്നേക്കുന്നത്? രണ്ടാമത്തെ കാർബൺ. ബ്യൂട്ട് 2 ഈൻ.
നമ്മൾ ഇത്രയും നേരം എങ്ങനെ എഴുതുക? അപ്പോൾ മീഥേലിൻ്റെ പൊസിഷൻ നമ്പറും പേരും കിട്ടിക്കഴിഞ്ഞാൽ 2 മീഥേൽ ബ്യൂട്ടേൻ നേരെ അങ്ങ് എഴുതും. പക്ഷേ ഇവിടെ ഡബിൾ ബോണ്ട് വന്നതിനെ കൊണ്ട് 2 മീഥേൽ, ആ മെയിൻ ചെയിൻ്റെ പേരെന്താ? ബ്യൂട്ട് 2 ഈൻ എന്നാണ് പേര്. അടുത്ത ട്രിപ്പിൾ ബോണ്ട് വരുമ്പോഴത്തേക്ക് ഏതാ മെയിൻ ചെയിൻ? ഇതാണ് മെയിൻ ചെയിൻ. ഇതും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്, ഇവിടെയും അതേമാതിരി തന്നെ, രണ്ടും കറക്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെ എഴുതാം? ആദ്യം എത്രാമത്തെ കാർബണിലാണ് ഇത് വരുന്നത്? 1 2 3. ഓക്കെ. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവർക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. എന്താണ് ഈ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്പർ ചെയ്യുമല്ലോ. ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോഴത്തേക്കും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇത്ര നേരം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ആ ബ്രാഞ്ചിന് എപ്പോഴും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ ബോണ്ടിനും പൊസിഷൻ നമ്പർ ഉണ്ട്, ബ്രാഞ്ചിനും പൊസിഷൻ നമ്പർ ഉണ്ട്. അപ്പോൾ ആരുടെ പൊസിഷൻ നമ്പർ വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നത്? അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന കേസിൽ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്പർ അല്ല നമുക്ക് പ്രയോറിറ്റി. നമുക്ക് എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ടിൻ്റെയോ ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ നമ്പറാണ് പ്രയോറിറ്റി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ആദ്യം അങ്ങോട്ട് എണ്ണുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട് വന്നു. രണ്ടാമത്തെ കാർബണിലൊന്നുമില്ല. മൂന്നാമത്തെ കാർബണിൽ മീഥൈൽ ബ്രാഞ്ച് വന്നു, അല്ലേ? തിരിച്ചെണ്ണുമ്പോഴോ ഒന്നാമത്തെ കാർബണിലൊന്നുമില്ല. തിരിച്ചെണ്ണുമ്പോൾ വഴിയാണ് ഒന്നാമത്തെ കാർബണിൽ ഒന്നുമില്ല. രണ്ടാമത്തെ കാർബണിൽ ബ്രാഞ്ച് വന്നു. മൂന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് വന്നു. ഓക്കെ. മൂന്നാമത്തെ കാർബൺ ഡബിൾ ബോണ്ട് വന്നു. അപ്പോൾ ഈ കേസിൽ ഡയറക്റ്റ്ലി നമുക്ക് 1 3 അങ്ങ് എടുക്കാം. ഓക്കെ. 1 3 ആണ് ചെറിയ നമ്പർ, നമുക്ക് നോക്കുമ്പോഴേ മനസ്സിലാവും. പക്ഷേ അതല്ല അതിൻ്റെ പ്രോപ്പർ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരിലും ഡബിൾ ബോണ്ടിൻ്റെ നമ്പർ ചെക്ക് ചെയ്യാം. 1 ആണോ 3 ആണോ ചെറുത്? 1 ആണ് ചെറുത്. അപ്പം നമ്മൾ ഈ ഒരു എണ്ണൽ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഒന്നുകൂടെ പറയാം. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ നമ്മുടെ കോമ്പൗണ്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ചെയിൻ എടുക്കുമ്പോൾ ആ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ലോങ് ചെയിൻ എടുക്കണം. രണ്ടാമത്തെ കാര്യം, നമ്പർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡബിൾ ബോണ്ടിനോ ട്രിപ്പിൾ ബോണ്ടിനോ ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ ആ നമ്പറിങ് എന്ത് ചെയ്യാൻ വേണ്ടി, സെലക്ട് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ബ്രാഞ്ചിന് 2 ആണ് ലോവസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ച് കയറി എടുക്കരുത്. എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ടിനോ ട്രിപ്പിൾ ബോണ്ടിനോ ലോവസ്റ്റ് വരുന്ന രീതിയിൽ വേണം എടുക്കാൻ വേണ്ടി. ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് വരുന്നത് ഡബിൾ ബോണ്ട് ഒന്നാമത്തെ കാർബണിൽ വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കൗണ്ടിങ് വേണം എടുക്കാൻ വേണ്ടി. ഈ കൗണ്ടിങ് അനുസരിച്ചിട്ട് നമ്മളെ മീഥൈലിൻ്റെ പൊസിഷൻ നമ്പർ എത്ര? 3 ആണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ത് വരും? 3 മീഥൈൽ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് 1 ഈൻ. 3 മീഥൈൽ ബ്യൂട്ട് 1 ഈൻ. ഓക്കെ. നിങ്ങളത് ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്ന് റിവേഴ്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. ഇത്രയുള്ള സംഭവം. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഡബിൾ ബോണ്ടിന് ട്രിപ്പിൾ ബോണ്ടിന് ചെറിയ നമ്പർ, ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം പൊസിഷൻ നമ്പർ എടുക്കാൻ വേണ്ടി. ആ ഒരു ഓർഡർ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. ബ്രാഞ്ചിൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. കാരണം ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനുമാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മൾ ആർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചറൽ ഫോർമുല എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനോടെ ചെയ്ത് നമുക്ക് നിർത്താം. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ. എന്തായാലും നോക്കാം. അതായത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ബിലോ. ഓക്കെ. ആദ്യം 2 3 3 ട്രൈ മീഥൈൽ ഹെക്സേൻ. ഓക്കെ. നമ്മൾ ഇങ്ങനൊരു ബ്രാഞ്ചിൻ്റെ കോമ്പൗണ്ട് തരുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ മെയിൻ ചെയിനാണ്. മെയിൻ ചെയിൻ ആരാ? ഇവിടെ ഹെക്സെയിനാണ് മെയിൻ ചെയിൻ. ഹെക്സെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കാർബൺ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 6 കാർബൺ ഉള്ള ഒരു സ്കെൽറ്റൽ സ്ട്രക്ചർ അങ്ങ് വരയ്ക്കുക. എന്താണ് സ്കെൽറ്റൽ സ്ട്രക്ചർ? കാർബൺ മാത്രം വരയ്ക്കുന്നതിനാണ് നമ്മൾ സ്കെൽറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുക. അപ്പോൾ 6 കാർബൺ വരയ്ക്കുക. നമ്മൾ എ ആണ് ചെയ്യുന്നത്. 1 2 3 4 5 6 അല്ലേ? 1 2 3 4 5 6. ഓക്കെ. 6 കാർബൺ. ഇനി എന്ത് ചെയ്യണം? കുത്ത് ഞാൻ എണ്ണാൻ വേണ്ടിയിട്ടതാണ് കേട്ടോ. 6 കാർബൺ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 2ലും 3ലും മീഥൈലുണ്ട്. സോ ഇതാണ് രണ്ടാമത്തെ കാർബൺ, പിന്നെ മൂന്നാമത്തെ കാർബൺ, പിന്നെ വേറെ മൂന്നാമത്തെ കാർബൺ. ഓക്കെ. രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും ആരുണ്ട്? മീഥൈൽ. മീഥൈൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ CH3.
മീഥൈൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കാർബണുള്ള ബ്രാഞ്ച് CH3 ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി എല്ലാത്തിലും ഹൈഡ്രജൻ ഇട്ട് കൊടുക്കാം. CH3 CH, ഇവിടെ ഹൈഡ്രജൻ വരത്തില്ല കാരണം എന്താ 1 2 3 4 4 ബോണ്ടും പോയി. CH2 CH2 CH3, ഇതാണ് A എന്ന് പറയുന്ന കോമ്പൗണ്ട്. അടുത്ത് B എന്ന് പറയുന്ന കോമ്പൗണ്ട്. B എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്താ? എത്തോക്സി ബ്യൂട്ടൈൻ. സോ എത്തിൻ്റെ കൂടെ ഓക്സി, അതിൻ്റെ കൂടെ ബ്യൂട്ടിൻ്റെ കൂടെ എ. ആദ്യം എത്ത് വരയ്ക്കുക. എത്തെന്ന് പറഞ്ഞാൽ എത്ര കാർബണാണ്? 2 കാർബൺ. അതിൻ്റെ കൂടെ ഓക്സി, എത്തോക്സി. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ 4 കാർബൺ. എത്തോക്സി 1 2 3 4. അത് നമ്മൾ എത്തോക്സി വരച്ചു, പിന്നെ ബ്യൂട്ടൈൻ 4 കാർബൺ വരച്ചു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. സോ എത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CH2 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 CH3, ഇത്രേ ഉള്ളൂ. എത്ത്, ഓക്സി, ബ്യൂട്ടൈൻ, സിമ്പിൾ. ഓക്കെ, അടുത്ത സി, ബ്യൂട്ടാൻ 2 ഓൺ. ഓൺ എന്ന് വെച്ചാൽ എന്താടാ? ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കീറ്റോൺ ആണ് അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, ഈ കീറ്റോൺ ആണ് വരുന്നത്. ഈ കീറ്റോൺ എവിടെ വരുന്നത്? രണ്ടാമത്തെ കാർബണാണ് വരുന്നത്. മൊത്തം എത്ര കാർബൺ വേണം? മൊത്തം ബ്യൂട്ട് 4 കാർബൺ വേണം. ഓക്കെ, നമുക്ക് സി വരയ്ക്കാം. മൊത്തം 4 കാർബൺ. 1 2 3 4. ബ്യൂട്ടാൻ 2 ഓൺ. രണ്ടാമത്തെ കാർബണിൽ ഓൺ. ഓക്കെ, ബ്യൂട്ടാൻ 2 ഓൺ. ഇനി എന്ത് ചെയ്യുക? CH3 CH2 CH3. ഓക്കെ, അടുത്ത ഡി. ആരാ? പെൻറ്റ് 1 അയൺ. പെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ അല്ലേ? പെൻറ്റ് 1 2 3 4 5. പെൻറ്റ് 1 അയൺ. 1 അയൺ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒന്നാമത്തെ കാർബണിൽ അയൺ. അയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട്. സോ ഒന്നാമത്തെ കാർബണിൽ ട്രിപ്പിൾ ബോണ്ട്. സോ CH, ഇവിടെ 4 ബോണ്ട് പോയി, ഹൈഡ്രജൻ ഇല്ല. 2 ബോണ്ട് പോയി CH2, 2 ബോണ്ട് പോയി CH2, 1 ബോണ്ട് പോയി CH3. സോ ഇതാണ് പെൻറ്റാൻ 1 അയൺ. ഓക്കെ, അടുത്ത പെൻറ്റാൻ 1 അയൺ കഴിഞ്ഞു. ഹെക്സാൻ 2 ഓൾ. ഹെക്സ് മീൻസ് 6, 2 ഓൾ. ഓൾ എന്ന് വെച്ചാൽ എന്താണ്? OH ആണ്. അപ്പം 6 കാർബണുള്ള കോമ്പൗണ്ടിൽ രണ്ടാമത്തെ കാർബണി OH. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? 6 കാർബൺ വരയ്ക്കുക. 1 2 3 4 5 6. ഹെക്സ് 6 കാർബൺ ഉണ്ട്. ഹെക്സാൻ 2 ഓൾ. 2 രണ്ടാമത്തെ കാർബണിൽ OH. CH3 CH CH2 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 CH3. 3 ബ്രോമോ ഹെപ്റ്റൈൻ. 7 കാർബൺ വരയ്ക്കുക. മൂന്നാമത്തെ കാർബണിൽ ബ്രോമിനൊരു ബ്രാഞ്ച് വരയ്ക്കുക. കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പെൻറ്റനാൾ. ആളെന്ന് വെച്ചാൽ എന്താണ്? ആൽഡിഹൈഡ് ആണ്. മനസ്സിലാക്കുക, ആൽഡിഹൈഡ് അഥവാ CHO എന്ന് പറയുന്നത് എപ്പോഴും അറ്റത്ത് വരുന്ന ആളാണ്. COOH കാർബോക്സിലിക് ആസിഡും CHO ആൽഡിഹൈഡും എപ്പോഴും അറ്റത്താണ് വരിക. അപ്പം 5 കാർബൺ വരയ്ക്കുക. അറ്റത്തെ 5ാമത്തെ കാർബണിൽ CHO വരച്ചു കൊടുക്കുക. കാണിച്ചു തരാം. 5 കാർബൺ 1 2 3 4 5. 5ാമത്തെ കാർബണി CHO. ഓക്കെ, എന്ത് വരും? CH3 CH2 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 CHO. ദാറ്റ്സ് ഓൾ.